പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. തലസ്ഥാന നഗരത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോർപ്പറേഷൻ പിടിച്ചതിന്റെ ചരിത്ര നേട്ടം രാജ്യവ്യാപകമായി തന്നെ പ്രധാനമന്ത്രി അടക്കം പ്രചരണ വിഷയമാക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആവേശത്തോടെയാണ് BJP നേതാക്കൾ കാണുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: തിരുവനന്തപുരം നഗരസഭ വഴി നിയമസഭയിലേക്കോ BJP ലക്ഷ്യം വയ്ക്കുന്നത്? തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തിരക്കിട്ട നീക്കങ്ങളാണോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് പരിശോധിക്കാം. പ്രമേഷ് കുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും തത്സമയം. പ്രമേഷ് ചേട്ടാ, വിഷയം BJPയെ സംബന്ധിച്ച് അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. ഈ കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷം രാജ്യവ്യാപകമായി എവിടെയൊക്കെയാണോ പ്രധാനമന്ത്രി പോയിട്ടുള്ളത്, ആ പ്രചരണ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി റാലികളെയൊക്കെ തന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ പശ്ചിമ ബംഗാളിലടക്കം നമ്മൾ കണ്ടതാണ് ഇവിടുത്തെ ഈ വിജയം എടുത്തു പറയുന്ന കാര്യം. ഇപ്പോൾ നാളെ പ്രധാനമന്ത്രി എത്തുകയും ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് പറയുന്നു. പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിലും 45 ദിവസത്തിനകം പ്രധാനമന്ത്രി എത്തുന്നതെന്ന് BJP സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. അതുവഴി നിയമസഭയിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണോ ലക്ഷ്യമിടുന്നത്? അത് എത്രത്തോളം ക്ലച്ച് പിടിക്കും? തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് തുടക്കമിടുകയാണ് BJP പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നതിലൂടെ എന്നുള്ള കാര്യം നിസ്സംശയം ആണ്. കാരണം നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ തിരുവനന്തപുരം നഗരസഭയുടെ BJPയുടെ വിജയം അവർ വലിയ രാഷ്ട്രീയ നേട്ടമായിട്ടാണ് കാണുന്നത്. നേരത്തെ ഒരു അസംബ്ലി സീറ്റിൽ വിജയിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു പാർലമെൻറ്റ് സീറ്റിൽ വിജയിക്കാനായി. അതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട തലസ്ഥാന നഗരത്തിലെ ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായത് വലിയ രാഷ്ട്രീയ നേട്ടമായിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ പലയിടത്തും പറയുന്നുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ നിതിൻ നബീൻ BJPയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന യോഗത്തിൽ പോലും പ്രധാനമന്ത്രി പ്രസംഗിച്ചു. ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പ്രധാന തലസ്ഥാന നഗര കോർപ്പറേഷൻ നമുക്ക് പിടിച്ചെടുക്കാനായി വലിയ രാഷ്ട്രീയ നേട്ടമായിട്ടൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ നേട്ടം തുടരാൻ വേണ്ടിയാണ് ശരിക്കും അവരാലോചിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട്, അമിത്ഷാ നേരത്തെ വന്നു, ഇപ്പോൾ നേരത്തെ അമിത്ഷാ വന്നിട്ട് തിരുവനന്തപുരത്തെ എല്ലാ കൗൺസിലർമാരെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പോയി. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരികയാണ്. അദ്ദേഹം 45 ദിവസത്തിന് ശേഷം നഗരത്തിന്റെ മാത്രം വികസനത്തിനായി പ്രധാനമന്ത്രി അങ്ങനെ വന്ന് ഒരു പ്രഖ്യാപനം നടത്തുക, അങ്ങനെ ഒരു പതിവുണ്ടോ? അല്ല, അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും അങ്ങനെ ചെയ്യുന്നതല്ല. ഞാൻ പറയുന്നത് BJP അതിനകത്ത് പ്രധാനമന്ത്രി പോലും ഇടപെട്ട്, ഇപ്പോൾ അമിത്ഷായും പ്രധാനമന്ത്രിയൊക്കെ ഇടപെട്ട് ഈ നേട്ടം കഴിയുമെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലെ അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിന് അടിസ്ഥാനമാക്കിയാണ് വരുന്നത്. ഇത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി നേരിട്ട് വന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ തൃശ്ശൂരിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് മുമ്പ് തന്നെ അദ്ദേഹം കൊച്ചിയിൽ വന്ന് റോഡ് ഷോ നടത്തി. കൊച്ചിയിൽ മത നേതാക്കളെ, അതായത് സഭാ നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തി അദ്ദേഹം അവരുമായിട്ട് ചർച്ച നടത്തി. സ്വാഭാവികമായിട്ടും ചർച്ചയുടെ പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് നമുക്കറിയാം. സുരേഷ് ഗോപി ജയിച്ചതും അതിനെ തുടർന്നാണ് എന്ന് നമുക്കറിയാമല്ലോ. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് കിട്ടേണ്ട അത്തരത്തിലുള്ള ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ടടക്കം നേടി ആണ് സുരേഷ് ഗോപി വിജയിച്ചത്. അപ്പോൾ ആ തന്ത്രം അവർ തിരുവനന്തപുരത്തൂടെ പയറ്റാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പോൾ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി വരുമെന്ന് നേരത്തെ അവർ പ്രഖ്യാപിച്ചിരുന്നു, അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് പ്രധാനമന്ത്രിയോടൊക്കെ വലിയ സ്വാധീനവും അടുപ്പവും ഉള്ള നേതാവ് കൂടിയാണ്. അപ്പോൾ 27 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. പിന്നെ കൗൺസിലർമാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഇപ്പോൾ മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ അമിത്ഷാ തന്നെ നേരിട്ട് വരികയും തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നു, പ്രധാനമന്ത്രി പ്രത്യേക അറ്റൻഷൻ കൊടുക്കുന്നു. അപ്പോൾ മുൻപെങ്ങുമില്ലാത്ത രീതിയിലേക്ക് ഒരു പച്ചത്തുരുത്തായി BJP ഈ തലസ്ഥാനത്തെ അല്ലെങ്കിൽ കേരളത്തെ അല്ലെങ്കിൽ BJP നേതാക്കളെ വിശ്വാസത്തിലെടുക്കുന്നത് ഒരു കൗതുകമുള്ള കാര്യമാണ്. കേരളത്തിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടെ വോട്ട് ഷെയർ ഉയർത്തുക, കഴിയുമെങ്കിൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ പിടിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. അതിൽ തിരുവനന്തപുരത്ത് വരാൻ കാര്യം, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ 1ാം സ്ഥാനത്ത് വന്ന 2 നിയമസഭാ മണ്ഡലങ്ങളിലും നമ്മുടെ തലസ്ഥാന നഗരത്തിലാണ്, നേമവും വട്ടിയൂർക്കാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നേട്ടം, രാഷ്ട്രീയ നേട്ടം, ഈ വിജയം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ. അത് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. കാര്യം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ നിയമസഭാ മണ്ഡലത്തിൽ അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ട്. എന്തായാലും നേരത്തെ ഒരിക്കലും അവർ വിജയിച്ചതാണ്. പിന്നെ ഈ ത്രികോണ മത്സരമാണ്. 3 മുന്നണികളുടെയും ശക്തന്മാരായ നേതാക്കൾ മത്സരിക്കുകയാണെങ്കിൽ, സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രവചനാതീതമാണ് ശരിക്കും നിയമസഭ. പിന്നെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ വന്നുവെങ്കിലും വട്ടിയൂർക്കാവിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ MLA VK പ്രശാന്തിന് ഒരു സാധ്യതയുണ്ട്. കോൺഗ്രസ് പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് വോട്ട് കിട്ടുന്ന, അപ്പോൾ K മുരളീധരനൊക്കെ വിജയിച്ച മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ അല്ലെങ്കിൽ വോട്ടും അതേപോലെ
അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണമെന്നില്ല. അത് മറ്റ് പല ഘടകങ്ങളെയും അനുസരിച്ചിരിക്കും. എന്തായാലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരുന്നത് കൊണ്ട് ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നഗരസഭ തയ്യാറാക്കുന്ന മേയർ അടക്കം തയ്യാറാക്കിയ ഒരു വികസന രേഖ പ്രധാനമന്ത്രിക്ക് അങ്ങോട്ട് സമർപ്പിക്കുന്നുണ്ട്. അതിൽ മേൽ അദ്ദേഹം എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തും. പിന്നെ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം പ്രതീക്ഷിക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ടല്ലോ. ഇപ്പോൾ നാളെ വരുന്ന ചില ഉദ്ഘാടനങ്ങളുണ്ട്, റെയിൽവേ ലൈൻ ഉദ്ഘാടനങ്ങളുണ്ട്, ഫ്ലാഗ് ഓഫ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ പിന്നെ മെട്രോ, തിരുവനന്തപുരം മെട്രോ ഉണ്ട്, മാലിന്യ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ള മോഡൽ ഉണ്ടാക്കാൻ കഴിയുമോ? അതെ, അപ്പോൾ വൻകിട പ്രഖ്യാപനങ്ങൾ അടക്കം ചിലപ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായേക്കാം. അത് സ്വാഭാവികമായിട്ടും ആ തരത്തിലായിരിക്കുമല്ലോ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുന്നതും പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ട് കൊണ്ടുവരുന്നത്. തീർച്ചയായും അപ്പോൾ ഒരു നിർണായക ചുവടുവയ്പ് തന്നെ BJP തലസ്ഥാനത്ത് കാണുന്നുണ്ട്. അതാണ് പ്രധാനമന്ത്രിയുടെ വരവ്. പ്രധാനമന്ത്രിയുടെ വരവിൽ നാളെ രാവിലെ 11 മണിക്ക് ശേഷം എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, അതല്ല ഉണ്ടാകുമോ BJP പറയുന്നത് പോലെ അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.